ഈ പ്രകാശ മാഷെ ഇത് മന്ത്രി വീണ ജോർജ് അങ്ങോട്ടേക്ക് പോയി തള്ളിയിട്ടു എന്നാരും ആരോപിക്കുന്നില്ല. പക്ഷേ മന്ത്രി വി എൻ വാസുവിന് അങ്ങോട്ടേക്ക് വന്ന് അവിടെ നടത്തിയ പ്രതികരണങ്ങൾ ഇത് ആരുടെയും കുറ്റമല്ല, അവിടെ ഒന്നുമില്ല, അവിടെ എല്ലാം ഒഴിഞ്ഞു കെട്ടിടമാണ്, ആകെ രണ്ടുപേർക്കൊന്നും നിസ്സാരമായ പരിക്കുള്ള ഒരു പ്രശ്നവുമില്ല, വേറെ ആരും അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇതാരുടെയും കുറ്റമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്, അങ്ങേയറ്റം ഇൻസെൻസിറ്റീവാണ്. ശ്രീ എം പ്രകാശൻ. ഹാഷ്മി താജിനോട് എനിക്ക് ആദ്യം ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ചെറിയ എറുമ്പിനെ കിട്ടിയാൽ അതിനെ ഹിമാലയ പർവ്വത സമാനമാക്കുന്ന പത്രപ്രവർത്തകനാണ് എന്ന് എനിക്കറിയാത്തതല്ല. അതുകൊണ്ട് എൻ്റെ സംസാരത്തിനകത്ത് ദയവായി ഇടപെടരുത് എന്നൊരു അഭ്യർത്ഥന പലവട്ടം നിങ്ങളുടേതായിട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാനത് ആദ്യം പറയേണ്ടി വരുന്നത്. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെ ഹാഷ്മിയെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകരും എന്തെങ്കിലും ഒരു ദുരന്തത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന അതിഹീനവും ഹൃദയഭേദവുമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവിടെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞല്ലോ, നമ്മുടെ സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന, വീണ്ടും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥ. 2016 കേരളത്തിൽ മഹാഭൂരിപക്ഷം സാധാരണക്കാരെ സംബന്ധിച്ചും സ്വകാര്യ ആശുപത്രി അല്ലാതെ ആശ്രയിക്കാൻ ഗവൺമെൻറ് ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല, അവിടെ സേവനം ഉണ്ടായിരുന്നില്ല, ഡോക്ടർ ഉണ്ടായിരുന്നില്ല, മരുന്നുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് മറയാൻ വേണ്ടി പോകുന്നില്ല. 2016 ശേഷം ഈ 9 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തിനുണ്ടായിട്ടുള്ള മാറ്റം വളരെ വളരെ പ്രകടമാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ സന്ദർഭത്തിലാണല്ലോ ആരോഗ്യ മേഖല നേട്ടങ്ങൾക്ക് ആഗോള അംഗീകാരമായിട്ട് അടുത്ത ഘട്ടത്തിൽ അത് പറയാം. പ്രകാശ് മാഷ് ഈ വാട്ടർ വോട്ടർ നിർത്തൂ പ്ലീസ്. വാട്ടർ വോട്ടർ ഇപ്പൊ പറയല്ലേ, ആ കണക്കിന്റെ ഭണ്ഡാരി ഇപ്പോ നിരത്തല്ലേ. ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ സർക്കാർ അനാസ്ഥയുടെ ഭാഗമായി ശവശരീരമായി കിടക്കുന്നു. പ്രകാശ് മാഷെ ഇപ്പൊ ആ വാട്ടർ വോട്ടർ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. നിങ്ങൾ ഇതാണ് ആവർത്തിക്കുന്നെങ്കിൽ, ഹാഷ്മി നിങ്ങൾ ഇതാണ് ആവർത്തിക്കുന്നെങ്കിൽ എന്നെ പിന്നെ എഴുന്നേറ്റ് അനുവദിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ആളുകൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കും അറിയാം. നിങ്ങളുടെ ഉദ്ദേശം ഒരുപാട് കാലമായിട്ട് മലയാളിക്കറിയാം. നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരായിട്ട് എത്ര ചെറിയ കാര്യത്തെയും പർവ്വതീകരിക്കുന്ന പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഈ ഗവൺമെന്റ് ഇപ്പോൾ രാജിവെച്ച് പോകണ്ടേ? ഒരു മിനിറ്റ് നിൽക്കാൻ വേണ്ടി കഴിയും. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യരംഗത്ത് ഇതുപോലെ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇപ്പോ ഐക്യരാഷ്ട്ര ചരിത്രത്തിലേക്ക് വരാം. നമുക്ക് ഉറപ്പായും അടുത്ത ഘട്ടത്തിലെ ചരിത്രത്തിലേക്ക് നമ്മൾ വരും എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ മാത്രമാണോ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇത്രത്തോളം മെച്ചമുണ്ടാക്കിയത്? അതിനു മുമ്പ് നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കായിരുന്നോ? അതിനു മുമ്പ് UP മോഡലായിരുന്നോ? അതിന് ഉത്തരേന്ത്യ മോഡൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ഉറപ്പായും ചർച്ച ചെയ്യാം, നമുക്ക് കണക്ക് വെച്ച് ചർച്ച ചെയ്യാം. പക്ഷെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഈ സമയം ഇതൊരു വൈകാരികത സമയമാണ്. ആ വൈകാരികതയ്ക്കൊപ്പം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല ഞാൻ അങ്ങനെയൊക്കെ എത്താം. ബിന്ദുവിന്റെ ബിന്ദു ഞാൻ എഴുന്നേക്കാം. വേണ്ടെന്ന് നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാനിവിടെ വന്ന് വലിയ കയറിയതല്ല. അല്ല മാഷെ ഞാൻ വരാം. ഞാനിവിടെ നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. മര്യാദ അല്ല മാഷെ പ്രകാശം മാഷ് സംസാരിക്കാനുള്ള സമയം തരും. പ്രകാശ് മാഷ് സംസാരിക്കാനുള്ള സമയം ഞാൻ തരും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു മാഷെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ബിന്ദു എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ അവരുടേതല്ലാത്ത കുറ്റത്തിന് സർക്കാർ അനാസ്ഥയുടെ ഭാഗമായി ശവശരീരമായി ഇത് ആംബുലൻസിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ആ സമയത്ത് കണക്ക് പറയേണ്ട സമയമാണെന്ന് മാഷ് ആലോചിക്കുന്നതിന് മാഷ് കണക്ക് പറഞ്ഞോ? ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് പറയാം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, മുട്ടൻ കളവ് പറഞ്ഞല്ലോ, നിങ്ങൾ മന്ത്രിമാർ കളവ് പറഞ്ഞു. മന്ത്രിയുടെ വാചകം എന്നെ മുമ്പിൽ വേണമെങ്കിൽ കേൾപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ അവർ പറഞ്ഞെന്താ? നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞ അതേ വാചകം ഞാൻ പറയാം. മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ വിവരമില്ല, പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത്? മന്ത്രി മുട്ടൻ കള്ളം പറഞ്ഞു എന്നല്ലേ? പിന്നെ ഇവിടെ വി എൻ വാസവൻ പറഞ്ഞത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഒരൊറ്റ മന്ത്രി പറഞ്ഞില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. TCB അവിടെ JCB കൊണ്ടുള്ള പരിശോധന കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇത് പറഞ്ഞ ആരാ? മന്ത്രി വാസവനാണ്. അതായത് നിങ്ങൾ അവരുടെ വായിൽ നിങ്ങളുടെ പ്രസ്താവന കുത്തിക്കയറ്റുകയാണ്. ഇവിടെ കേരളത്തിനകത്ത് ഉള്ള ആരോഗ്യരംഗത്തുള്ള വലിയ മുന്നേറ്റത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന സംഭവത്തൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും പരിശോധിക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ രോഗികളെ കിടത്തിയിരിക്കുന്നു. താങ്കൾ ആദ്യഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാനിപ്പോൾ ഇടപെടാനുള്ള കാരണം ഈ മരിച്ച ബിന്ദുവിന്റെ ബന്ധുവുണ്ട്. അവർക്ക് നാളെ സംസ്കാര ക്രിയയുടെ ചടങ്ങിനായി പോകേണ്ടതുകൊണ്ട് തിരക്കിലാണെന്ന് പോകണം. അദ്ദേഹം ഈ പറയുന്ന നാളത്തെ സംസ്കാരത്തിലുള്ള പൂജാ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ്. എനിക്ക് അല്പസമയം തരും, പക്ഷേ അദ്ദേഹത്തിന് പോകണം. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യത കാണിക്കണമല്ലോ അവരോട്. അതുകൊണ്ടാണ് ശ്രീ വിനോദ്, ഞാൻ അങ്ങനെയൊക്കെ എത്തും, ഞാൻ അങ്ങനെ ഉറപ്പായി എത്തും. ശ്രീ വിനോദ്
നിങ്ങൾ ഇനി ഒരു 5-6 ദിവസം ചർച്ച നടത്തുമല്ലോ. എല്ലാ ആശ്മി നിങ്ങൾ ഇനി ഒരു 5-6 ദിവസം ഇത് തന്നെയല്ലേ ചർച്ച ചെയ്യുക? നിങ്ങൾ അറിയുന്നവർക്കെല്ലാം അറിയാലോ. ഹാഷ്മിയുടെ അടുത്ത ഇപ്പോൾ 4 ദിവസമല്ലോ ഈ ചർച്ച. ഇതിനിടയിൽ വന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചർച്ചയല്ല. ഇന്നിപ്പോൾ ഒരു പുതിയ കാര്യം വീണ് കിട്ടി, ഇന്ന് ചർച്ച. ഇനി ഒരു 6 ദിവസമല്ലേ ചർച്ച ചെയ്യുക? അന്നേരം വിളിച്ചപ്പോഴായിരുന്നു അവരെ തിരക്കുള്ളവരെ. നിങ്ങൾക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരെ മാത്രം വിളിക്കുക, അത് ചർച്ചയല്ല. ഇക്കാര്യങ്ങൾ സത്യസിപ്പോൾ ഉണ്ടായ കാര്യം അന്വേഷിക്കണം. എന്തെങ്കിലും കുറ്റം ആരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണം. അല്ലെങ്കിൽ ഞങ്ങളെതിരല്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വീണ് കിട്ടിയാൽ ഏതോ കിട്ടിപ്പോയി, ഒരാളുടെ ശവം കിട്ടിപ്പോയി, ഇത് യഥാർത്ഥത്തിൽ കുറുനരിയുടെ മനോഭാവമാണ് നിങ്ങൾ കാണിക്കുന്ന. അതാണ് ഉണ്ടായ സംഭവം. ഇപ്പോൾ അവിടെ രോഗികളെ കിടത്തുന്നു, പറയാൻ കഴിയും അങ്ങനെ? ശുചിമുറിയിൽ ആളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവിടെ രോഗികളെ കിടത്തുന്നു, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവർ വെള്ളം ഉപയോഗിച്ചു. മുട്ടം കളവില്ലേ ഇത്? വസ്തുവുമായിട്ട് വല്ല ബന്ധമുണ്ടെന്നിരി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എന്തെങ്കിലും പറയരുത്. നിങ്ങൾ മാധ്യമപ്രവർത്തകനാണ്, നിങ്ങൾ പ്രതിപക്ഷക്കാരനൊന്നുമല്ല. അതിൽ പറയുന്നത് കോൺഗ്രസിന് ആൾ പറയട്ടെ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമധർമ്മമല്ല. ഈ കേരളത്തിൽ ആരോഗ്യരംഗത്തുള്ള സകല മുന്നേറ്റത്തെയും തമസ്കരിച്ച് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ സ്വകാര്യ സ്ഥാപനമാണ് മികവ് എന്ന് സ്ഥാപിക്കാനാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലക്കാലം ഉണ്ടായിട്ടുള്ള ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തെ ആകെ തന്നെ ഇല്ലെന്ന് വരുത്തി നിങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾക്ക് അതേ ഉദ്ദേശമുള്ളൂ. അതിന് വീണ് കിട്ടിയ ഒരു സംഭവമാണ് ഇന്നത്തെ സംഭവം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇനി വ്യക്തിപരമായി എന്റെ ക്രെഡിബിലിറ്റി, വ്യക്തിപരമായി എന്നെ പർസിക്കലൊക്കെ പറഞ്ഞോളൂ. പക്ഷെ മാഷ് ചോദിക്കണോ എന്തിനാണ് മരിച്ച ഒരാളുടെ ബന്ധുവിനെ കൊണ്ട് അതിഥിയായിട്ടിരിക്കുന്നത് എന്ന് മാഷ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പറയാനുണ്ട്. പക്ഷേ അവിടെ ആരോ വിവരം കിട്ടിയാണ് JC വന്നത് അല്ലല്ലോ. അവിടെ ആദ്യം വന്ന ഉടനെ തന്നെ അഗ്നിശമന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വാസ്തവം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ആളുകളുണ്ട്, ഈ സ്റ്റാഫ് മതിയോ, മറ്റാളുകൾ വേണോ, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കടക്കുക, ഇതെല്ലാം മന്ത്രി വാസ്തവം സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതെല്ലാം മറച്ചു നോക്കില്ലേ? എന്തിനാ? ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. 2 മന്ത്രിമാർ വന്നിട്ട് കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊരു മാന്യമായ മാധ്യമപ്രവർത്തനമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സംഭവം ദുഃഖകരമാണ്. അവരുടെ അങ്ങയുടെ മാധ്യമ ക്ലാസ്സിൽ താങ്ക് യു സാറേ. മാഷെ അങ്ങയുടെ മാധ്യമ ശരി മാഷെ അങ്ങയുടെ മാധ്യമ ക്ലാസ്സിന് താങ്ക് യു. പക്ഷെ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. അങ്ങ് പറഞ്ഞു അങ്ങ് പറഞ്ഞു ഞാൻ ആരോഗ്യമേഖല കുളം തോണ്ടിയിട്ടുള്ള UDF-നെ ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞ നടത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ, താങ്ക് യു. അങ്ങയുടെ ശരി നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. നമുക്ക് അങ്ങയുടെ മാധ്യമ ക്ലാസ്സിന് നന്ദി. മാഷേ, ഞാനിവിടെ എൻ്റെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി അങ്ങ് ഭർസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ BJP-കാരനാണ് എന്നങ്ങ് പറയുകയാണെങ്കിൽ മാഷോട് എനിക്ക് മറുപടിയില്ല. പക്ഷേ ഇത് കേരളം കാണുന്നുണ്ട്. കേരളം കാണുന്നത് ഈ പറയുന്ന രീതിയിൽ ഒട്ടുമൊഴിയാത്തൊരു കെട്ടിടത്തിൽ അവിടെ രോഗികൾക്കടുത്ത് ചികിത്സിക്കപ്പെടുകയും ഇവിടെ ഒരു ചെറിയ ഇടമുണ്ടെങ്കിൽ അവിടെ പാവിരിച്ചു കിടക്കുന്ന രോഗികളുള്ള സർക്കാർ ആശുപത്രിയിലുള്ള നാട്ടിൽ അവിടെ ഈ പറയുന്ന എന്താണ് ടോയ്ലറ്റ് ബ്ലോക്കിൽ വെള്ളവും വെളിച്ചവും ഉണ്ടെങ്കിൽ അവിടെ പോയി ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ കുളിക്കുമെന്നും ഒക്കെ അറിയാവുന്ന ഒരു നാട്ടിൽ അവിടെ പോയി ആളുകൾ അത്ര മാത്രമേ ഒരു മരണേ ഉണ്ടായുള്ളൂ എന്ന ആശ്വാസം മാത്രമേ എന്നെ ഭരിക്കുന്നുള്ളൂ. അത് ബാക്കി എല്ലാത്തിൻ്റെ അപ്പുറം